ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ, വെൽനസ് കോച്ച് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. ഇന്നത്തെ ടോപ്പിക് എലിമിനേഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റുകളെ പുറന്തള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് എലിമിനേഷൻ. നമ്മളുടെ ദിനചര്യയിൽ ഏറ്റവും ആദ്യമായി വരുന്ന ബവൽ ഇവാക്വേഷൻ അല്ലെങ്കിൽ മലശോധന ഇതിന്റെ ആദ്യപടിയാണ്. ഇതിനായിട്ട് ഞാൻ 5 കാര്യങ്ങൾ ഇന്നിവിടെ പറയും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ഫോളോ ചെയ്യുക. അതിൽ ഒന്നാമത്തതാണ് വെള്ളം. നിങ്ങൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. അത് രാവിലെ മുതൽ ഉച്ചവരെ 1 ലിറ്റർ, ഉച്ചയ്ക്ക് ശേഷം 1 ലിറ്റർ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3ാമത്തെ ലിറ്റർ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ഫുഡ്. അതായത് നിങ്ങൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ നിങ്ങൾ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള, മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള മില്ലറ്റ്സ് അടങ്ങിയ ഫുഡുകൾ ഡെയിലി നിങ്ങൾ ഉൾപ്പെടുത്തുക. ഫൈബർ അടങ്ങിയ ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ പേസ്റ്റ് രൂപേണയുള്ള നമ്മളുടെ ബവൽ, അതായത് നമ്മളുടെ മലം ഈ ഫൈബറുമായിട്ട് മിക്സ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ആ കുഴിയിൽ നിന്ന് കളയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫൈബർ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഫൈബർ മാത്രം കഴിച്ചാൽ പോരാ, വെള്ളവും കൂടി അതിൻ്റെ കൂടെ പോകണം. എങ്കിൽ മാത്രമേ ഈ ഫൈബർ കഴിച്ചിട്ട് ഗുണം ഉണ്ടാവൂ. മൂന്നാമതായിട്ട് നിങ്ങൾ പാലിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാത്രിയത്തെ ഫുഡ്. നിങ്ങളുടെ രാത്രിയത്തെ ഫുഡ് 7:30 മുമ്പ് കൃത്യമായി നിങ്ങൾ കഴിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ രാത്രി കഴിക്കുന്ന ഫുഡ് വളരെ ലൈറ്റ് ആയിരിക്കണം. അധികം ഹെവി ആയിട്ട് പോകാൻ പാടില്ല. മാത്രമല്ല, ഒരുപാട് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് രാത്രി കഴിക്കരുത്. മീൻ, ചിക്കൻ, അതേപോലെ മുട്ട, ഇതൊക്കെ രാത്രി ഒഴിവാക്കിയിട്ട് ഉച്ചനേരത്തേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് പാലിക്കേണ്ട 3 കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് പാട് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കൃത്യമായ ടൈം ഈ ബവൽ ഇവാക്വേഷന് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റായി ഇത് മാറണമെങ്കിൽ നിങ്ങളൊരു ടൈം കൃത്യമായിട്ട് ഇതിന് കൊടുക്കണം. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ ബവൽ ഇവാക്വേഷൻ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് മലശോധന നടന്നിരിക്കണം. അതിനെ നിങ്ങൾ അത് ഈസി ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം, കുടിക്കാൻ പറ്റുന്ന ഒരു ചെറു ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ബവലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ആ ഡെഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റിമുലേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചൂടുവെള്ളം രാവിലെ പോകണം. അതുകൊണ്ട് രാവിലെ തന്നെ 2 ഗ്ലാസ് വെള്ളം ചൂടോട് കുടിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ചൂടുവെള്ളം കുടിച്ച പാടെ ഒരു 15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിന് ചുറ്റും എങ്കിലും ഒരു 15 മിനിറ്റ് നടക്കുക. പിന്നെ അധികം ദൂരം നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാം. അതിലൊന്നാണ് ട്വിസ്റ്റിംഗ് എക്സസൈസ്. രണ്ടാമത്തത് സൈഡ് വേർഡ് ബെൻഡിങ്, ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. മൂന്നാമത്തത് സ്ക്വാട്ടിംഗ്. ഇതൊക്കെ ഒരു 10 തവണ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾ പാലിക്കേണ്ട മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാത്റൂമിലേക്ക് മൊബൈൽ അല്ലെങ്കിൽ പത്രം കൊണ്ടുപോകുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യാം. ഇത് നിങ്ങളുടെ ബവൽ ഇവാക്വേഷനെ സ്റ്റോപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ മൈൻഡ് അവിടെ പ്രവർത്തിക്കുന്നില്ല, നിങ്ങളുടെ ബ്രെയിൻ അവിടെ സ്റ്റക്ക് ആവുകയാണ്. ബ്രെയിൻ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും എടുത്ത് പോകുമ്പോൾ ബ്രെയിൻ അവിടെ നിന്ന് ഡൈവേർട്ട് ആവുകയാണ്, തോട്ട്സ് മാറുകയാണ്. അപ്പോൾ താഴോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കില്ല, അത് അവിടെ സ്റ്റക്ക് ആവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന 6 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ടിൽ ദെൻ ബൈ ബൈ.